അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരുപാട് വീടുകളിൽ പലതരത്തിലുള്ള പക്ഷികളെ വളർത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ലവ് ബേർഡ്സ്, തത്ത, പ്രാവ്, ഇങ്ങനെയുള്ള ഒരുപാട് പക്ഷികൾ. അതുപോലെ തന്നെ മത്സ്യങ്ങൾ, അക്വേറിയം, അലങ്കാര മത്സ്യങ്ങൾ, ഇങ്ങനെ മത്സ്യങ്ങളെയും പക്ഷികളെയൊക്കെ വളർത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ പക്ഷികളെയും മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പക്ഷികളെയൊക്കെ വളർത്തൽ നമുക്ക് അനുവദനീയമാണോ? ഇസ്ലാം ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കിതാബുകളിൽ പണ്ഡിതന്മാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എന്തിനാണ് ഈ പക്ഷികളെയും ഈ മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നത്? പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചില തത്തകൾ ചില തരത്തിൽ സംസാരിക്കാറുണ്ട്, അത് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പക്ഷികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി. അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അല്ലെ? ചിലപ്പോ മനസ്സിന് വല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില അക്വേറിയത്തിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഇങ്ങനെ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഈ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയൊക്കെ വളർത്തുന്നത് അല്ലെ? എന്നാൽ കിതാബുകളിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഖഫാലി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഇതിനെക്കുറിച്ചൊരു ചോദ്യം വരുന്നുണ്ട്. ആരാണ് ഖഫാലി ഇമാം റളിയല്ലാഹു അൻഹു? വലിയ പണ്ഡിതനാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞത് ഖഫാലി ഇമാം എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാം വരെ ആകാൻ പറ്റും, അത്രയും ഇൽമുള്ള, അത്രയും വലിയ പണ്ഡിതനാണെന്ന. അവിടുത്തെ ഫതാവയില് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള പക്ഷികളെയും ഈ മത്സ്യങ്ങളെയൊക്കെ വളർത്തല് അനുവദനീയമാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. അതായത് പക്ഷികളെ നമ്മൾ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അതിനെ മറ്റു ജീവികൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിന് സേഫായ ഒരു കൂട് നിർമ്മിച്ചു കൊടുക്കണം. മറ്റ് ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ പക്ഷികൾക്ക് അല്ലെങ്കിൽ ആ മത്സ്യത്തിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു കൂട് അതിനുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആ കൂട്ടിൽ ഇട്ട് നമ്മൾ വളർത്തുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടിലിട്ട് വളർത്തുമ്പോൾ ഇതിന് പുറത്തു പോയിട്ട് ഭക്ഷണം തേടി പിടിക്കാൻ കഴിയില്ല. അപ്പോൾ സമയാസമയം ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അതൊക്കെ കൃത്യമായി നൽകണം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വീടുകളിൽ പക്ഷികളെയും മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നവര് ദിവസങ്ങളോളം ടൂർ പോവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഈ പക്ഷികൾക്ക് അല്ലെങ്കിൽ മത്സ്യത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വരുന്ന ഒരു അവസരം വരും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് എന്തെങ്കിലും സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഈ പക്ഷികളെയൊക്കെ വളർത്തൽ അനുവദനീയമാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൂടിന്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത അക്വേറിയത്തിന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഇല്ല, ഏതെങ്കിലും ജീവിയൊക്കെ അതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ വളർത്താൻ പാടില്ല. കാരണം ആ പക്ഷികളുടെ ജീവൻ അത് ആപത്താണ്. അതുപോലെ തന്നെ അതിന് കൃത്യമായ ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല എങ്കിൽ അതും വളർത്താൻ പാടില്ല, അത് ഹറാമായിട്ട് വരും. കാരണം ഒരു ജീവിയെ ഹബസിലിട്ടിട്ട് അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പക്ഷികളെയോ മത്സ്യങ്ങളെയൊക്കെ വളർത്തൽ അനുവദനീയമാണ്. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും വല്ല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.